അല്ല, അന്ന് ഞാൻ ഒറ്റയ്ക്ക് മദ്യപിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആണല്ലേ? എനിക്ക് അങ്ങനെ കൂട്ടുകാർ റെയർ ആയിട്ടുള്ളൂ. കോളേജ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ അങ്ങനെ മദ്യപിച്ച് എൻജോയ് ചെയ്തേക്കുന്നത്. അവരൊക്കെ ഇന്നില്ലല്ലോ. അവരുടെ ആയിരുന്നു ഏറ്റവും നല്ല ഫൺ മദ്യപാനത്തിൻ്റെ. മറ്റേതൊക്കെ എപ്പോഴും ഞാൻ ഒന്ന് വിനീതും ഇവരും ഞാനും ഇങ്ങനെ ബേസിൽ ഇവരൊന്നും അടിക്കത്തില്ല. ഇവരൊക്കെ വളരെ നല്ല മനുഷ്യർ. അപ്പോൾ എൻ്റെ കൂടെയുള്ള അലമ്പൻ ഞാൻ തന്നെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനെപ്പോഴും എൻ്റെ കാര്യം ഇപ്പം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, വിശാഖും ധ്യാനും ഞാനും കൂടെ ലവ് ആക്ഷൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് രാവിലെ എത്തി തിരുവനന്തപുരത്താന്ന് തോന്നുന്നു. SP എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഫോൺ ചെയ്ത് രാവിലെ 10-10:30 വന്ന് കയറി ഒന്ന് ഫ്രഷായി എന്തെങ്കിലും കഴിക്കാനപ്പം അവർക്ക് ഹോർലിക്സ് വേണമെന്നു. ഞാൻ രാവിലെ ചേട്ടാ 2 ഹോർലിക്സും 2 റമ്മും. അവരവിടെ വിചാരിച്ചു അതെന്ത് മിക്സാ, അത് കേട്ടോ. അതായിരുന്നു എൻ്റെ ഞാൻ ഓർഡർ ചെയ്തത്. അപ്പം എൻ്റെ കൂടെയുള്ള 2 പേര് ഹോർലിക്സാണ് കുടിക്കണേ. എനിക്കങ്ങനെ ആരും വേണമെന്നൊന്നുമില്ല, ഒറ്റയ്ക്ക് പോയ ഇഷ്ടമായിരുന്നു. പക്ഷെ തന്നെ ഞാൻ ബാറിലൊക്കെ പേടിച്ചു. ആ സിനിമകളുടെ കൂട്ടായ്മ പറയുമ്പോൾ അടികപ്പിയാരെ കൂട്ടമണിയും കൂടെ പറയണം. കാരണം എങ്ങനെയാണ് ഒരു സിനിമയുടെ ക്രാഫ്റ്റ് ഒരു സക്സസ്സിലേക്ക് പോകുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന സിനിമകളിലൊന്നാണ്. അപ്പം നിങ്ങളെല്ലാവരും കൂടെ കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അടികപ്പിയാരെ കൂട്ടമണി റീവാച്ചബിൾ ആയിട്ടുള്ള ഇപ്പോഴും ആൾക്കാർ കാണുന്ന പജു വർഗീസിനെ അടയാളപ്പെടുത്തിയ സിനിമകളിൽ ഒന്നുകൂടിയാണ് അടികപ്പിയാരെ കൂട്ടമണി എന്ന് പറയുന്നത്. അത്തരം സംരംഭങ്ങളിൽ നിന്നിരുന്നൊരു അജു ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം വേറൊരു തരത്തിൽ മുന്നോട്ട് പോകാനും ഒറ്റയ്ക്ക് ലീഡ് ചെയ്യാനും ഒക്കെയുള്ള രീതിയിലേക്ക് പോകുന്നൊരു അജു ഉണ്ട്. ഇത് രണ്ടും അജു കാണുന്നുണ്ട്. ഇതിൽ സന്തോഷം കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും അജു പറയാം? പ്രത്യേകിച്ച് അടികപ്പിയാരെ കൂട്ടമണി പോലെയുള്ള സിനിമകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും ശ്രദ്ധിക്കാത്ത സിനിമകൾ ചൂസ് ചെയ്തിരുന്ന സമയം ആര് വിളിച്ചാലും ഞാൻ അഭിനയിക്കാൻ പോകും. എനിക്ക് ഇൻട്രാക്ഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ ആയിരുന്നു ഇൻഹിബിഷൻസ് പോകുക എന്നുള്ളത്. പിന്നെയാണ് ക്രിറ്റിസിസംസ് വന്നു തുടങ്ങിയത്. അപ്പോഴാണ് ഇത് ടൈപ്പ് കാസ്റ്റിംഗ് കൂടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. പണ്ട് എന്നോട് ചോദിച്ചു ടൈപ്പ് കാസ്റ്റിംഗ് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ബുദ്ധിമുട്ടല്ല, ടൈപ്പ് കാസ്റ്റിംഗ് കൂടിപ്പോയാൽ ചീത്തയാണ് ഒരാളുടെ കരിയറിന് നമുക്ക് മനസ്സിലായി. വിവേകവും വിവരമുള്ള സോഷ്യൽ മീഡിയയിലെ ചില കുറിപ്പുകൾ നമുക്ക് തന്നു, നല്ല കുറിപ്പുകളും ഉണ്ടല്ലോ. അപ്പം അതിൽ നിന്നാണല്ലോ നമുക്ക് കോവിഡ് വന്നു. ഭാഗ്യത്തിന് ഒരു തരത്തിൽ മലയാള സിനിമയ്ക്ക് ഞാൻ കോവിഡ് ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു, എനിക്ക് പേഴ്സണലി. അപ്പം അവിടെ നിന്നാണ് ഈ ഒരു ഹെലൻ സംഭവിക്കുന്നത്. അവിടുന്ന് ഞാൻ പിന്നെ ഈ പറയുന്ന പോലെ ഒരു തീരുമാനം എടുത്തു. എൻ്റേത് ടൈപ്പ് കാസ്റ്റഡ് ആയ വേഷങ്ങൾ ചെയ്യാം, പക്ഷെ എണ്ണം കുറയ്ക്കണം. കൂടുതലും അതാണെങ്കിൽ അതൊരു 3 എണ്ണം വിളിച്ചാൽ 1 ചെയ്യാം, അല്ലേ? പുതിയത് എന്തുണ്ടോ നമ്മൾ ചെയ്യാത്തത്, അത് ഒരു സീനാണെങ്കിലും ചേട്ടൻ നേരത്തെ പറഞ്ഞ ആടിൻ്റെ പോലത്തെ ആണെങ്കിലും അത് ചെയ്യും. ലെങ്ത് ഉണ്ടാവില്ല, പക്ഷെ കുഴപ്പമില്ല. അതായിരിക്കണോ എനിക്ക് അടുത്തത് പഠിക്കണം എന്നാഗ്രഹമുള്ള ഒരു മേഖലയായി മാറി. ബിക്കോസ് എൻ്റെ പ്രൈമറി ആഗ്രഹം, ലക്ഷ്യം എന്നൊന്നും പറയുന്നില്ല, ആഗ്രഹം. ഇപ്പം എന്ത് എനിക്കൊരു സന്തോഷം കിട്ടും, ഒരു ഡയറക്ടർ ഒരു ആക്ഷൻ വിളിച്ചു കഴിഞ്ഞ് എന്ത് ഭാവം പറഞ്ഞാലും അത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആക്ടർ ആവണം. ഇതാണ് എൻ്റെ ഡ്രീം. അല്ലാതെ ബിസിനസ് പൊട്ടൻഷ്യലുള്ളൊരു സ്റ്റാർ ആകുക എന്നുള്ളതല്ല. ബിക്കോസ് എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ലീഡ് സ്റ്റാർ മെറ്റീരിയൽ അല്ല. മനസ്സുകൊണ്ടും എനിക്കൊന്ന് രൂപം കൊണ്ടും നാച്ചുറലി ആ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ മാറി തുടങ്ങി, അതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ മനസ്സുകൊണ്ട് ഞാനതല്ല, ഞാൻ കുറച്ചുകൂടി ഇപ്പുറത്താണ് ഇൻക്ലൈൻ. പക്ഷെ നാച്ചുറലി നമുക്ക് ലൈഫാണ്, എന്താ പറയുക, മോണറ്റൈസ് ചെയ്യപ്പെടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻ്റ് നടക്കണമെങ്കിൽ ഫണ്ട്സ് ഫ്ലോ വേണമല്ലോ. അപ്പോൾ ആ ബാലൻസ് നടക്കുന്നതേ ഉള്ളൂ. അജുവിൻ്റെ കൃഷ്ണ സോങ് വീണ്ടും വിവാദമായി. മഞ്ഞമുണ്ടും മടക്കി കുത്തി പടക്കി വരുന്ന കൃഷ്ണനോട് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചിട്ട് TP ശാസ്തമംഗലം പ്രതികരിച്ചിരുന്നു. പലതരത്തിലുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു എഴുത്താണ് അതിൻ്റെ. വിനായക് നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അജുവിന് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അജു പാടാൻ തീരുമാനിച്ചത്, അഭിനയിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് പാട്ടും കൂടെ പാടിയത്. അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് പാടിക്കാവോ. അത് റിക്വസ്റ്റ് ആയിരുന്നു വിപിനോടും അങ്കിതനോടും. അങ്കിത നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ. അത് അയാൾ എന്തൊക്കെ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് എനിക്കറിയാം. പോരായ്മകൾ എങ്ങനെ അയാൾ കവർ ചെയ്യുന്നുള്ളത് എനിക്കറിയാമല്ലോ. അതുകൊണ്ടാണ് പിന്നീട് ഞാൻ എങ്ങും പാടിയിട്ടില്ല, പാടില്ല ഞാൻ തീരുമാനിച്ചു. അത് അവിടെ കഴിഞ്ഞു.
അതെൻ്റെ ഒരു കൊതിയായിരുന്നു, ഒരു ആഗ്രഹമായിരുന്നു. ഗോപി സുന്ദരേട്ടനാണ് ഫസ്റ്റ്. ഐ ഓൾവേസ് ഐ എം താങ്ക്ഫുൾ ടു ഗോപി ചേട്ടൻ. ആദ്യത്തെ പാട്ട് ലവകുശയ്ക്ക് ഗോപി ചേട്ടൻ നീരജും കൂടെ ഡബ് ചെയ്യാൻ കറക്ഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ആ അത് കഴിഞ്ഞിട്ട് അങ്കിയത്. ലോട്ട ലോട്ട, അതെ 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 ആ പാട്ടിന്റെ അവസാനം കുറെ ടങ് ട്വിസ്റ്റ് പോലെ സാധനം വരുന്നുണ്ട്. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു കാക്ക കുത്തി കടലിലിട്ടു. ഞാൻ അതൊന്നും എങ്ങും പാടിയിട്ടില്ല. കാര്യം ഇത് ഇവരൊക്കെ എന്നെ കൊണ്ടുപോയി ചെയ്യിപ്പിച്ച, സത്യം പറഞ്ഞാൽ എൻ്റെ ഭയങ്കര ആഗ്രഹമാണ് പാടാൻ പറ്റുക എന്നത്. അത് നടക്കാത്തൊരാഗ്രഹമാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ എന്നാ പിന്നൊന്ന് നടത്താൻ ഷാനിക്കടുത്ത് ചോദിക്കാത്തത്ര കാലമില്ല. പാടിപ്പിച്ചല്ലോ, ഷാനും കൂടി പാടിയില്ല മറ്റേ പാട്ട്. കൂടെ പാടി, ഷാനിക്കയുടെ കൂടെ പാടി, അല്ലാതെ പാടിപ്പിച്ചിട്ടില്ല. ഞാൻ ഇപ്പോഴും പുറകെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൊതി ഗോപിച്ചേട്ടൻ നടത്തി തന്നു. സോ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. അത് കഴിഞ്ഞ് ഈ ലിറിക്സ്, ഈ ഗാനം ബിബിൻ എൻ്റെ ഏറ്റവും നല്ല, എനിക്കിഷ്ടമുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ്. അയാളുടെ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഡയറക്ടേഴ്സിലൊരാളാണ്. ഇപ്പം എന്നെ ധൈര്യമായിട്ട്, ഇപ്പം ആദ്യത്തെ ഷോർട്ട് ഫിലിമും ചെയ്യുമ്പോഴും ആണെങ്കിലും ഞാൻ ഉണ്ണിമൂലത്തിന് ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്ത്, കാര്യം പുള്ളിയുടെ ടാലൻറ്റിലാണല്ലോ ഞാൻ എന്നെ രക്ഷപ്പെടാൻ എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന വിചാരിച്ചു തന്നെ. ജയ് ജയ് ജയ്ഹേലും ഉണ്ടായിരുന്നല്ലോ. ജയ്ഹേലും എന്നെ വളരെ നന്നായി ഡബ്ബിങ്ങിൽ എൻ്റെ കുറേ പെർസെപ്ഷൻസ് അൺലേൺ ചെയ്യാൻ സഹായിച്ചാണ്. കാര്യം ഡബ്ബിങ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ത്രോ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഒച്ചയിൽ തിയേറ്ററിൽ കേൾക്കണം, ഇമോഷൻ പോകാതെ. കോവിഡ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇമോഷൻ മതി, റൂമിൻ്റെ സാഹചര്യം മതി, റിയലിസ്റ്റിക് ആവണം. ഒരു സാധനം കഷ്ടപ്പെട്ട് പഠിച്ച് 10 വർഷം എടുത്തൊന്ന് പഠിക്കാൻ, പഠിച്ചു വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഇനി മാറ്റാൻ ഇത്, കാര്യം അത് ഭയങ്കര പാടാ. മൈൻഡിൻ്റെയും ബ്രെയിനും സൗണ്ടും കൂടെ ഒരുമിച്ച് ഇത് മൂന്നും കൂടെ സിങ്ക് ആവണമല്ലോ. സൗണ്ട് ഇമോഷണലി ക്രിയേറ്റഡ് ആവണമെങ്കിൽ അഭിനയിക്കുന്നതിനേക്കാളും ടഫാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ബിബിൻ എനിക്ക് ഹെൽപ്പ് ചെയ്തു. ജയഹേൽ ഒരുപാട് പുള്ളി അത് എന്നെ സഹായിച്ചു. ഞാൻ നേരത്തെ വിനീഷ് എന്ത് എന്നിൽ ആക്ടിങ്ങിൽ കൊണ്ടു, അത് അഹമ്മദ് എന്നെ പ്രോപ്പറായിട്ട് മെൻറ്റർ ചെയ്യിച്ചു. സോ അഹമ്മദാണ് അതിൻ്റെ വിനീഷ് തുടങ്ങിയ ഒരു കാര്യത്തിൻ്റെ ഔട്ട് പൂർണ്ണമായിട്ടും എടുത്തത്, കേരള ക്രൈം ഫയൽസ്. അപ്പം അതുപോലെ ലിറിക്സ് വായിച്ചപ്പം ബിബിനോട് ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞു ചെയ്യുന്നില്ല എന്നുള്ള ഇതിലാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ ബിബിനും പറഞ്ഞു പാട്ട് നല്ലതായിരിക്കും, ലിറിക്സ് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞു. എനിക്ക് അയച്ചു തന്നു. ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ലിറിക്സ് ഭയങ്കര കൊമേഴ്ഷ്യൽ സ്വഭാവമുണ്ട്. എന്നാൽ നമ്മൾ നോക്കുന്നത് എന്താ, കുട്ടികൾക്ക് ഇഷ്ടമാവും നാച്ചുറലി. പിന്നെ കൃഷ്ണ ലവേഴ്സ് വേൾഡ് ഓവറാണ്, എല്ലാവരും ആ കുസൃതി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ റെപ്രസെന്റിങ് എ കുസൃതി ഇസ് നൈസ്. നല്ല രസമല്ലേ, കൃഷ്ണ 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 രാധാ കാമുക. അതെ, നല്ല ലൈൻസ് അല്ലേ. രാജുവിൻ്റെയും ബേസിലിൻ്റെയും സിനിമ ബിബിൻ. അപ്പം എല്ലാം ഉണ്ട്, റീച്ച് ആവേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് സംഭവിച്ചത്. ബാക്കി പാടാൻ പോയി അങ്കിത് പറയിപ്പിച്ച് പാടി കഷ്ടപ്പെട്ടു. ഞാനല്ല, അങ്കിത് കഷ്ടപ്പെട്ടു. പക്ഷെ അയാൾ കൂടെ നിന്നു. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്.